ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജൂൺ മിഡ് മന്ത്, അതായത് ഇപ്പോൾ ജൂൺ പകുതിക്ക് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമ്പർ 1, ഈ ഒരു ടുലിപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ നമ്പർ 1, അതല്ല നമ്മൾ സെക്കൻഡ് 1 ഐറിസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നമ്പർ 2, രണ്ടാം ലാസ്റ്റ് ക്രൈസാന്തിമം മാരിഗോൾഡ് അല്ലെങ്കിൽ ഈ ഒരു ജമന്തിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് പൈൽ നമ്പർ 3 ആണ് തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ലാസ്റ്റ് 2 കാർഡ്സ് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി പൈൽ നമ്പർ 1 ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. സി പൈൽ നമ്പർ 1 ഈ ഒരു, അതായത് ജൂൺ മിഡ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1, ജൂൺ മിഡ് മന്ത് പൈൽ നമ്പർ 1 എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, Nine of Cups, Six of Swords, Hermit mode, World card, 3 of Swords, 8 of Swords, and നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് മൂൺ എനർജിയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നിങ്ങളുടെ റീഡിങ്സ് നമ്പർ 1, ജൂൺ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷ വാർത്ത, ജീവിതത്തിലൊരു ഫൺ, ഒരു നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചാർട്ട് ബേസിസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്ട്രോളജി ബേസിസിൽ ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് വളരെ എനർജി, ഫുൾ ഓഫ് ഫൺ, വളരെ പോസിറ്റിവിറ്റിയാണ് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുക. നമ്മൾ പറയില്ലേ, പല ആളുകളും അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ യു ആർ ഹാവിങ് ഫൺ. നിങ്ങൾ വളരെ എനർജറ്റിക് ആണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും, ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക, സുഹൃത്തുക്കൾ, സൗഹൃദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, മൊത്തത്തിൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെയധികം പോസിറ്റീവായിരിക്കും. അതേപോലെ എക്സ്പെക്ടേഷൻസ്, നിങ്ങൾക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും, ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളുണ്ടാകും. പൊതുവിൽ നിങ്ങൾ പ്രതീക്ഷയ്ക്ക് ഒത്തല്ല നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ദേ വോണ്ട് ടു ബി സീൻ അലോങ് വിത്ത് യു. നിങ്ങളുടെ കൂടെ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ഒപ്പം നിൽക്കാൻ ചില ആളുകൾ ഇപ്പോൾ സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ വളരെ പേരും പ്രശസ്തിയുള്ള ആളുകളോടൊപ്പം നിൽക്കാൻ ചില ആളുകൾ, അവരോടൊപ്പം കാണപ്പെടാൻ ചില ആളുകൾ, പൊതുവിൽ ഒരു ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങളോടൊപ്പം കാണപ്പെടാനായിട്ട് പലരും ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി, ആ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, മാജിക്, നിങ്ങൾക്ക് ചുറ്റിനും എന്തോ ഒരു മാജിക് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആസ്ട്രോളജി ചാർട്ട് പ്രകാരം നിങ്ങൾ ലക്കി ആയിട്ടുള്ളൊരു സാഹചര്യം ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന, നിങ്ങൾ സ്പോട്ട് ലൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്,
ചിന്തകളെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തയ്ക്ക് കാട് കയറി നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ആഗ്രഹങ്ങൾ സഫലമാകുന്നത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഏതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ സംഭവ്യമാകുന്നുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള സമയമാണ്. കാരണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആഗ്രഹങ്ങളായിട്ട് യൂണിവേഴ്സ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനായിട്ട് ആ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി. അതോടൊപ്പം തന്നെ 6 ഓഫ് സോർട്സ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു എനർജി 6 ഓഫ് സോർട്സ് എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇപ്പോൾ പറയാണ് നിങ്ങളുടെ എനർജിയിൽ കുംഭം രാശിയുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ കുംഭം രാശിയിൽ നിൽക്കുന്ന ഒരു മെർക്കുറി നിങ്ങളുടെ കുംഭം രാശിയിൽ നിൽക്കുന്ന അക്വാരിയസിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ക്ലീനിങ് ആണ്. ക്ലീനിങ് ഓൾ ദ മെസ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളായിട്ട് സൃഷ്ടിച്ചതോ മറ്റുള്ളവരായിട്ട് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്തതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തേച്ചു മാറ്റി അല്ലെങ്കിൽ കഴുകി കളയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള കുറ്റബോധങ്ങൾ, അതൊക്കെ നിങ്ങൾ കഴുകി കളയാണ്. കാരണം നിങ്ങൾ മുന്നോട്ടേക്ക് ലൈഫിൽ ഒന്നും വിട്ടുകളയുന്നില്ല. കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റീസ്, അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. അതായത് പല ആളുകളും അവരോട് എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി വലിയ തെറ്റുകളാണെങ്കിലും നിങ്ങൾ ആ തെറ്റ് ഏറ്റു പറയാത്തത് മൂലം ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളെ അതിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യോ അല്ലെങ്കിൽ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെ പേടിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ തുറന്നു പറയുന്നതിലൂടെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കിടക്കുകയാണ്. ഇനി നിങ്ങൾക്കൊന്നും ഭയക്കാനില്ല. കാരണം നിങ്ങൾ തന്നെ അത് തുറന്നു പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി അതിൽ നിന്ന് നിങ്ങൾ തലയുയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ചെയ്ത ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ ധൈര്യമായിട്ട് ക്ലീനായിട്ട് കമ്മിങ് ഔട്ട് ക്ലീൻ. നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, നിങ്ങൾ ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റി എന്നുള്ളത് നിങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ആശ്വാസം, പിന്നെ ഇനി ആരെയും ഭയക്കേണ്ട, ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഹെർമിറ്റ് മോഡാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസിക്വൻസിനെയും അല്ലെങ്കിൽ വരുന്ന എന്താണ് ഇനി മുന്നോട്ടേക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഭയമൊന്നും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നില്ല. ഈ ഒരു സമയം ചില ബന്ധങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് വിട്ടകലുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമല്ലാത്ത ഒന്നാണ്. കാരണം അവരൊരിക്കലും നിങ്ങൾക്ക് ഒരാവശ്യം വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പിന്നെ ഈ വരുന്ന 21, 22, 23 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് ഒത്തിരി ചാൻസസ് ഉണ്ട് പുതിയ പുതിയ ആളുകളെ കാണാനും അവരെ സംസാരിക്കാനും അവരെ മീറ്റ് ചെയ്യാനും നിങ്ങളുടെ സോഷ്യൽ സർക്കിളിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ഒത്തിരി പെട്ടെന്നൊരു നല്ലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സൗഹൃദങ്ങളായിക്കോട്ടെ, പരിചയങ്ങളായിക്കോട്ടെ, പരിചയങ്ങൾ വഴി പുതിയ പുതിയ പരിചയങ്ങൾ, പുതിയ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്ന ഒരു അവസരം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ലൈഫ് നമ്മൾ ചിന്തിക്കുന്നിടത്തായിരിക്കില്ല നമ്മുടെ ലൈഫ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളോ മറച്ചു വെക്കുന്ന കാര്യങ്ങളോ അതൊക്കെ പുറത്തു വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ നിങ്ങൾ മറികടക്കുകയാണ്. അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ എന്തിലാണ് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയിരുന്നത് അതിൽ നിന്ന് നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ്. അതായത് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് ആ ഒരു കാര്യത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ടത് നിങ്ങൾക്ക് ശരിക്കും പ്രയോജനം ചെയ്യുന്ന ഒന്നാണോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒന്നാണോ അത്
എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു, ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ചില ആളുകൾ നിങ്ങൾ ഒരു ഫംഗി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ ജെൻസി എനർജിയോ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു ലോകത്തിൽ പെട്ടിട്ടുള്ള ഒരാളല്ല, നിങ്ങൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു യുഗത്തിൽ ജനിക്കേണ്ട ആളല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ വരുന്ന സാഹചര്യമാണ്. നിങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലും ചിന്താധാരയിലേക്കും ഒക്കെ പോകുന്നുണ്ട്. സ്പിരിച്വാലിറ്റി ആയിട്ട് കുറച്ച് കൂടുതൽ അടുക്കുന്ന സമയമെന്നും പറയാവുന്നതാണ്. അതേസമയം തന്നെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. പലപ്പോഴും ഒരു നിങ്ങൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ലെവലിലെ അല്ല ചിന്ത വരുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് എനർജിയാണ്. അപ്പൊ ഈ ഒരു എനർജി, വേൾഡ് എനർജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്ത് തീർത്ത് അതിന്റെ ഒരു പര്യവസാനത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം നിങ്ങളോട് തന്നെ യു കീപ്പിംഗ് ഇൻ ടച്ച് വിത്ത് യുവർ സെൽഫ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ബന്ധങ്ങൾ നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മളോടുള്ള നമ്മളുടെ ബന്ധത്തെക്കുറിച്ച്, അതായത് യു ലൂസ് ടച്ച് ഇൻ എന്താ പറയുക, നിങ്ങളുടെ സോളായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ വിട്ടുപോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിവൈൻ അക്നോളജ്മെന്റ് ആണ്. അത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് രണ്ടും ഒരുപോലെ മുന്നോട്ടേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ രണ്ടിലും നിങ്ങൾക്ക് ഒരുപോലെ മുന്നോട്ടേക്ക് കഴിവ് തെളിയിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ യു പേയിങ് മോർ അറ്റൻഷൻ, ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സ്പിരിച്വൽ ഇന്നർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ മൈൻഡ് അല്ലെങ്കിൽ ഇന്നർ വേൾഡിൽ നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതായത് നിങ്ങളുടെ ക്വൈറ്റ് ഇന്നർ റിലം അതിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കുകയാണ്. അതായത് മറ്റുള്ളവരെ കുറിച്ചിട്ട് എന്നുള്ളതല്ല, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഇന്നർ വേൾഡ്. നമ്മൾ ഔട്ടർ വേൾഡ്, നിങ്ങളുടെ പുറം ലോകം, ഫിസിക്കൽ വേൾഡ്, മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധം നല്ല രീതിയിലൊക്കെ സ്ഥാപിച്ചു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും നിങ്ങളുമായിട്ടുള്ള ടച്ച് വിട്ടു പോവാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവ്യമാകുന്നത്. കാരണം അഗെയിൻ 3 of Swords എനർജിയാണ്. മറ്റുള്ളവർ, ചില ആളുകൾ പ്രണയത്തിലാകുന്നതായിരിക്കും, വിവാഹം കഴിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ മാറുന്നുണ്ട്. കാരണം നിങ്ങൾ മാറുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് മാറുന്നതല്ല. ഈ ഒരു മാറ്റം ഫോഴ്സ് ചെയ്ത് മാറുന്ന, അതായത് നിങ്ങളുടെ ചിലപ്പോൾ വിവാഹം കഴിച്ച ആളുകൾ ഹസ്ബൻഡിന് വേണ്ടിയോ വൈഫിന് വേണ്ടിയോ മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമല്ല. അപ്പൊ ചില ആളുകൾ പറയും, വിവാഹശേഷം സാരി ഉടുത്തിട്ടുള്ള ചില സ്ത്രീകൾ വിവാഹത്തിന് മുമ്പ് ചിലപ്പോൾ ജീൻസ് ഒക്കെ ആയിരിക്കും ധരിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഹസ്ബൻഡിന് ഇതാണ് ഇഷ്ടം. ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് ചെയ്യുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഇങ്ങോട്ടേക്ക് അതേപോലത്തെ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ തിരിച്ചും അതേപോലെ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ലാതെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നൊരു ഇതിലുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, 1-2 കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, പക്ഷെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരിക്കലും നടക്കുന്നില്ല, മറ്റേ ആളുടെ ഇഷ്ടത്തിന് മാത്രമാണെങ്കിൽ ഇവിടെ ഒരു ചലഞ്ച് സംഭവിക്കും. നിങ്ങൾ ചലഞ്ച് ചെയ്യാണ് നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങളുടെ സെൽഫ് കെയർ എന്നുള്ളൊരു എനർജിയിലേക്ക്, സെൽഫ് കെയർ എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക്. ഇതുവരെ നിങ്ങൾ ഇവിടെ ഹേർട്ട് ചെയ്യപ്പെടുന്നത്, നിങ്ങളുടെ ഹൃദയം തകർത്തത് മറ്റൊരാളല്ല, നിങ്ങളാണ്. കാരണം നിങ്ങളാണ് അത് തിരഞ്ഞെടുത്തത്, ഈ വഴിയെ സഞ്ചരിക്കാമെന്നുള്ളത്. അതിൽ നിന്ന് നിങ്ങളിപ്പോൾ പിന്മാറാണ്. കാരണം യു ഹാവ് മാസ്റ്റേർഡ് ദ സ്കിൽ. അതായത് മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചിട്ട് തുള്ളാൻ നിന്നാൽ അതിനനുസരിച്ചിട്ട് തന്നെ നേരം ഉണ്ടാവുള്ളൂ. സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മുന്നോട്ടേക്ക് പല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, ഒരു 8 of Swords എനർജി മാസ്റ്ററിയാണ്. നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ച് തീർക്കാനുള്ളതല്ല. അതേസമയം നിങ്ങൾ ബഹളം വയ്ക്കുകയോ ഒച്ചയെടുക്കുകയോ ഒന്നല്ല. നിങ്ങൾ വളരെ കാമായിട്ട് നിന്നിട്ട് പീസോടുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡിവൈൻ ഇന്റലിജൻസ് ഉണ്ട്, അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. അതേപോലെ നിങ്ങളുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഈ മിഡ് മന്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. 3 എനർജിയാണ്. 3 എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാതിരുന്ന ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണെന്നുള്ളതാണ്. കാരണം ഇവിടെ
നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഒത്തിരി എന്താ പറയുക, ഒരു പുകമറയായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാണ്. അതേപോലെ തന്നെ ചില ഡേഞ്ചേഴ്സിന്റെ വാർണിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ കാണുന്നതല്ല സത്യം. ചില കാര്യങ്ങൾ നിങ്ങൾ കാണാത്ത കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്കത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴി മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് സത്യമല്ല, ഇത് ഇങ്ങനെയല്ല, ടു ഗുഡ് ടു ബി ട്രൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനാണ്. ആ ഒരു ലൈറ്റിൽ കാണാൻ പറ്റുന്നില്ല എങ്കിൽ കൂടി ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചില ആളുകളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, നിങ്ങൾ കൺമുമ്പിൽ കാണുന്നതായിരിക്കണമെന്നില്ല സത്യം എന്നുള്ളത് കൂടിയിട്ട് പറയുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സി പൈൽ നമ്പർ 2. ഓക്കെ, ജൂൺ മിഡ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ജൂൺ മിഡ് മന്ത് പൈൽ നമ്പർ 2. ഓക്കെ, Justice energy, 5 of cups, 7 of swords, Queen of Pentacles, 9 of Pentacles, 3 of cups. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് ഫുൾ എനർജിയാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ജസ്റ്റിസ് എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വോൾക്കാനോ എന്നൊക്കെ നമ്മൾ പറയുള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്ന ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നത്, നിങ്ങൾ ചെയ്തിട്ടുള്ള ലൈഫിൽ എന്താണ്, നിങ്ങൾ ഇതുവരെ യു ആർ ഗോയിങ് ക്രേസി. അതായത് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് എന്തൊക്കെയോ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോലിയിലായിരിക്കാം, നിങ്ങളുടെ വീട്ടിലായിരിക്കാം. ടോക്സിക് എൻവയൺമെന്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, അതായത് നിങ്ങളുടെ കർമ്മ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ കർമ്മത്തിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്താനായിട്ട് ചില ആളുകൾ അനുവദിക്കുന്നില്ല. അത് അറിഞ്ഞോ അറിയാതെയോ ഫേവറിറ്റിസം കാണിക്കുന്നുണ്ട് ഇവിടെ. മറ്റൊരാൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അത് നൽകുന്നു. അത് ചിലപ്പോൾ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സഹോദരിക്കോ സഹോദരനോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആവശ്യത്തിൽ അത് കവിഞ്ഞ് അവർക്ക് സ്നേഹം അല്ലെങ്കിൽ സമ്പത്തോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളെ മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഓഫീസിൽ നിങ്ങൾ എത്ര വർക്ക് ചെയ്താലും അതിനുള്ളൊരു ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു എനർജി, അപ്പോൾ നിങ്ങൾ നമ്മൾ പറയുമല്ലോ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ ക്ഷമിച്ചിരിക്കുകയാണ്, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്നതിനപ്പുറമായി ഇനി അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഈ ഒരു സമയത്ത് സാഹചര്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ തരുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളും സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പൊട്ടിത്തെറി കാണിക്കുന്നുണ്ട് ഒത്തിരി. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളത് ആ ഒരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകാതെ മിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്തിന്റെ ഒത്തിരി ആയിട്ട് സഹിക്കുന്നതിന്റെ ഒരു സാഹചര്യമാവാം ഇത്. പക്ഷെ അതൊരു പൊട്ടിത്തെറിയിലൂടെ അല്ലാതെ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഇത് ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനത്തെ സാഹചര്യം അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ന്യായങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഇവിടത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പൊട്ടിത്തെറിക്കുക എന്നുള്ളതല്ല, ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഒരു സൗണ്ട് മൈൻഡോടുകൂടി കാര്യങ്ങൾ ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അവരത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കി എന്നുള്ളത്, അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം.
പിന്നെ ഈ പറയുമ്പോൾ പല കാര്യങ്ങളും ഒരു ആർഗ്യുമെന്റ് എന്നുള്ള രീതിയിൽ തീരെ അതായത് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്നുണ്ടാവാം, അവർ ന്യായീകരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു കാര്യം പറയാൻ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ തിരിച്ച് അവരത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഉദ്ദേശിച്ചിട്ടല്ല നിങ്ങളിത് പറഞ്ഞത് എന്നുകൂടി മനസ്സിലാക്കി. ഒന്നുകിൽ ജോലിയാണെങ്കിൽ ആ ജോലി നിങ്ങൾ ക്വിറ്റ് ചെയ്യുക. കാരണം ആ ഒരു ജോലിയിൽ പിന്നീട് തുറന്നു പോയിട്ട് കാര്യമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ കൊളീഗാണെങ്കിൽ, നിങ്ങളുടെ ബോസുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളോ മറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടാം. എങ്ങനെയെങ്കിലും കുറച്ച് കണ്ണിങ് ആയിട്ടും അതേസമയം ഡിപ്ലോമാറ്റിക് ആയിട്ടും പ്രതികരിക്കുക. കാരണം നിങ്ങളത് ഒച്ചയെടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് ആ ഒരു ഇത് വരാനുള്ള സാഹചര്യമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി പറയുന്നു. എന്തായാലും കർമ്മയാണ്, കർമ്മയുടെ എനർജി എന്ന് പറയുന്നത് ബാലൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ബാലൻസ് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് ഒരു പുതിയ ജോലി നോക്കി അങ്ങനെ ഒരു പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തതിനു ശേഷം ഇത് സംസാരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇവിടെ ഒരു ലെവല് വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറണം എന്നുള്ളതാണ്. കാരണം ഒരു ചേഞ്ച് കൂടിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കാരണം മാനസികമായിട്ട് നിങ്ങൾക്കൊരു സ്ട്രെസ്സാണ് ഇവിടെ. 5 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു 5 ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് ഒത്തിരി സ്ട്രെസ് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് അനുഭവിക്കുന്നതിന്റെ ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഒരു തീരുമാനം, നിങ്ങൾ എടുത്ത ആ ഒരു തീരുമാനം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കുറച്ച് റിഗ്രറ്റ് ആണ് ഇവിടെ. ചില നഷ്ടങ്ങള്, സ്നേഹം, അതായത് വിവാഹ ജീവിതത്തിലായിക്കൊള്ളട്ടെ, പ്രണയത്തില്, സ്നേഹത്തില്, സ്നേഹം എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയായിട്ടോ സ്നേഹത്തിലൊരു വിശ്വാസവഞ്ചന ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു എല്ലാത്തിനോടും എല്ലാവരോടും ഈ ഒരു ലോകത്തോട് തന്നെ ഒരു ദേഷ്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. ഒരു ഡിപ്രഷൻ, സ്പിരിച്വൽ ഡിസ്ട്രെസ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ കാണിക്കുന്നുണ്ട്. ഒരു ദേഷ്യവും വാശിയും ഒക്കെ എല്ലാത്തിനോടും എല്ലാവരോടും കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ആ ഒരു ആങ്കറും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അത് നമ്മളുടെ ലൈഫിനെയാണ് ബാധിക്കുന്നത്. നിങ്ങൾക്ക് ആരോടാണോ ദേഷ്യം, ആരാണോ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിന് ഉത്തരവാദി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, അങ്ങനെ ഒരു ചിന്തയിൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക. കാരണം മറ്റൊരാളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യത്തിന് ഉത്തരവാദി എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ പവർ അവർക്ക് കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ലൈഫ് നമ്മളുടെ കൺട്രോളിലല്ല എന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, നമ്മൾ ആഗ്രഹിച്ച പോലെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്വയം പറയാം, ഈ സിറ്റുവേഷനിൽ മറ്റൊരാൾ ഉത്തരവാദി അല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയും അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അതായത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂൺ 24th and 25th വളരെയധികം പോസിറ്റീവ് എനർജീസ് ആണ്. എന്താ പറയുക, എക്സ്ട്രാ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കി തരുന്ന ഒരു സമയമാണ്. ആ സമയം വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ല രീതിയിൽ. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു എനർജി 7 ഓഫ് സോർട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ലൈഫിൽ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ കാര്യങ്ങൾ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കിട്ടാതെ പോയ കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഫാന്റസി, നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും ഈ ഒരു കാര്യം. ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് അതിനി നടക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും മുന്നോട്ടേക്ക് പോവാണ്. മറ്റു വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പഴയ സങ്കല്പം, പഴയ സ്വപ്നം യു ഹാവ് ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ്, അത് വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഒരു പുതിയൊരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നത്.
കാരണം നിങ്ങൾ ഇപ്പോ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ ഒത്തിരി നാളുകൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാവും ചിന്തകൾ, ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമായിരിക്കും, പക്ഷെ നിങ്ങളത് ചിന്തിക്കാത്തത് കൊണ്ടും ഒരു പക്ഷെ നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ വളരെയധികം ഇംപേഷ്യന്റ് ആയിരിക്കും, എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കും, ചേസ് ചെയ്യും ആ ഒരു സ്വപ്നത്തെ. അങ്ങനെ വരുമ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ നടക്കാൻ സാധ്യത കുറവായിരുന്നു. പക്ഷെ കുറെ നാളുകളായിട്ട് നിങ്ങളിപ്പോൾ അതിനെ ചിന്തിക്കാതെ ആവുമ്പോൾ യൂണിവേഴ്സിന് പ്രോസസ്സ് ചെയ്യാനുള്ള ടൈമുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലാത്തത് കൊണ്ട് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ പ്രതിഫലനം എന്നുള്ള രീതിയിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു നിങ്ങൾ ഫാന്റസി എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്ന കാര്യം സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഓക്കെ, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ലൈഫിൽ എന്താണ് പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിച്ചത്, ഏത് ലെവലിലെത്താനാണോ, ഏതൊരു തലത്തിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിച്ചത് ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. വീനസ് എനർജിയാണ്, അതായത് ശുക്രൻ ഇടവം രാശിയിൽ നിൽക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ എക്സലന്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയം വളരെ നല്ലതാണ്. അതല്ല എങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു പോസിറ്റിവിറ്റിയാണ്. ക്യൂൺ എനർജി ഫെമിനൈൻ എനർജിയാണ്, ഒരു വളരെ നല്ലൊരു അമ്മ എന്നുള്ളൊരു വളരെ ഫെയ്ത്ത്ഫുൾ വൈഫ് അല്ലെങ്കിൽ പെർഫെക്റ്റ് മദർ അങ്ങനെയൊക്കെയുള്ള പേര്, നിങ്ങൾക്ക് ഫാമിലി വാല്യൂസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഇങ്ങനെയൊക്കെയുള്ള നല്ല പേര് കേൾക്കാനുള്ള സാഹചര്യമുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഇത് ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അച്ഛനാണെങ്കിൽ ഒരു നല്ല അച്ഛൻ, അതായത് മമതയും സ്നേഹവും കാരുണ്യം ഈ പറയുന്ന ഫെമിനൈൻ ട്രെയ്റ്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അച്ഛനാണെങ്കിൽ പോലും കുടുംബസ്ഥൻ അല്ലെങ്കിൽ കുടുംബം നന്നായിട്ട് നോക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് ഒത്തിരി നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് ഇവിടെ നിങ്ങൾ വളരെയധികം ചില കാര്യങ്ങൾ നിങ്ങൾ കൺസർവേറ്റീവ് ആയിരിക്കും, എന്നാൽ അതേസമയം തന്നെ മറ്റു ചില കാര്യങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. ചിലപ്പോൾ ഫാഷൻ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും. പക്ഷെ അതേസമയം തന്നെ വീട്ടിൽ തുല്യമായിട്ടുള്ള രീതിയിൽ സ്ത്രീയും പുരുഷനും ഒരേ തുല്യത എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെയധികം മോഡേൺ ചിന്താഗതിയായിരിക്കും. അപ്പോൾ ചില കൊച്ചു കൊച്ചു വിശ്വാസങ്ങളും കാര്യങ്ങളും ഒഴിച്ചാൽ നിങ്ങൾ പൊതുവെ ആ ഒരു കൺസർവേറ്റീവ് ചിന്താഗതി അല്ലാത്തൊരു വ്യക്തിയായിട്ട് കാണപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറുന്ന സമയമാണ്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി 9 ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് കിട്ടുന്നതിന്റെ ഒരു സന്തോഷം അത് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുകയാണ്. ഈ ഒരു മിഡ് മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങളുടെ സ്വത്ത് വകകൾ, പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് വകകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതേപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ ബിസിനസ് പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചില ആളുകൾ റിട്ടയർമെന്റ് സാഹചര്യമാണ്, അതും സുന്ദരമായിരിക്കും. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയൊരു തുക ലഭിക്കുന്നു എന്ന് മാത്രമല്ല അതൊരു മറ്റ് പല വഴികളിലൂടെയും സമ്പത്ത് നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. ജീവിതം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ വില കൂടിയ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരി നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് കാലങ്ങളായിട്ട് നമ്പർ 9 ഈ ഒരു സമയത്ത് പ്രത്യേകതയുണ്ട്. 9 years ഫ്രം നൗ എനർജീസ് ഉണ്ട്. അപ്പോൾ 9 വർഷം ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും 9 വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ സാധ്യമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഈ വരുന്ന 9 വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം എന്നുള്ള രീതിയിലുമാവാം. അത് കൂടാതെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്ന സമയമാണ്. സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകുന്ന സമയം കൂടിയിട്ടാണ്. 3 of Cups എനർജിയാണ്, സെലിബ്രേഷനാണ്, പ്രൊമോഷൻ സാധ്യതയാകാം, ജോലി സംബന്ധമായിട്ട് വിവാഹ സാധ്യതയുണ്ട്, ആഘോഷങ്ങളാണ്. അപ്പോൾ വിവാഹം അല്ലെങ്കിൽ ജോലിയിലെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു അവസരവും സാധ്യതയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. 3 of Cups എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആഘോഷമാണ് കാണിക്കുന്നത്. അതേപോലെ സന്തോഷം, നല്ല സമയം,
ലവ്, പ്രണയം, വിവാഹം, അതേപോലെ ഒത്തിരി സന്തോഷം നിറഞ്ഞ സമയമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഫുൾ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഫുൾ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി വിശ്വാസമാണ്. ഇത് എഗെയിൻ വിശ്വാസമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ തീരെ നമ്മളെ വിശ്വസിക്കുക, നിങ്ങൾ സ്വയം വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് പുതിയൊരു തുടക്കമാണ് ലൈഫിൽ. സധൈര്യം മുന്നോട്ടേക്ക് പോവുക. പെർഫോമൻസിന്, അതായത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സിനിമ, സീരിയൽ മേഖലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം, കുറച്ച് ഹ്യൂമർ സെൻസ് കൂടുതലുള്ള സമയമായിരിക്കും നിങ്ങൾക്ക്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ പറയാനുള്ളത്. കാരണം മിസ്റ്റേക്സ് ഹാപ്പൻ. മിസ്റ്റേക്സ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. മിസ്റ്റേക്സിലൂടെ നമ്മൾ എക്സ്പീരിയൻസസ് നേടുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ശ്രദ്ധിക്കേണ്ടത് മിസ്റ്റേക്സ് വരുത്താതെ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല, ഓവർ തിങ്കിങ് ആണ്. കാരണം ഇതിനെന്തെങ്കിലും പറ്റിയാൽ, അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണ് എന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതിന് പകരം കാട് കയറി നെഗറ്റിവിറ്റിയിലേക്ക് പോവാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് ഫയൽ നമ്പർ 3യിലേക്ക് കിടക്കാം. ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഫയൽ നമ്പർ 3 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഫയൽ നമ്പർ 3, ഈ ഒരു ജൂൺ മിഡ് മന്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫയൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. ജൂൺ മിഡ് മന്ത് ഫയൽ നമ്പർ 3. Chariot, Hanged Man energy. Okay, 6 of Cups, 4 of Swords, 3 of Wands, നിങ്ങളുടെ Cavalier of Pentacles ആണ്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് Ace of Pentacles എനർജി. പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ഈ ഒരു മിഡ് മന്ത് ഓഫ് ജൂൺ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് വിടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് കാര്യത്തിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ആ ഒരു കാര്യത്തിൽ ധൈര്യമായിട്ട് ഫോക്കസോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ കാർ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാറ് വാങ്ങിക്കുന്നു. യു ബൈ കാറോ, അതേപോലെ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാതിരുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണമെന്ന് കുറച്ചാളായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത സത്യമാകുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കാറ്, ബൈക്ക് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് 4 വീലേഴ്സ് ആണ് കൂടുതൽ ചാൻസസ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചകളോ മറ്റോ ഒക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അതല്ലാതെ വേറെ ഏതെങ്കിലും കാറ് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. അതുകൊണ്ട് അതിനെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒന്നുമല്ല, അതിനെ സംബന്ധിക്കുന്ന ചർച്ചകളൊക്കെ സംഭവ്യമാകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫോക്കസ് ചെയ്യാം, കാരണം ഫോക്കസ് വിട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്ന സമയം ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മിഷൻ എന്താണ്, നിങ്ങളുടെ എയിം എന്താണ് എന്നുള്ളത് നിങ്ങൾ വിട്ടുപോകാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇവിടെ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം, ഇപ്പോൾ നിങ്ങളുടെ ജോലിയായിരിക്കും, നിങ്ങളുടെ പുതിയ പ്രൊജക്റ്റ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ തുടങ്ങി നിങ്ങൾക്ക് ഒത്തിരി ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എങ്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്
അത് നിങ്ങളുടെ ആ ഒരു കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദെൻ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഫിനാൻസിനെയും ബാധിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് ഫോക്കസ് വിട്ട് കളയാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തൊരു ലെവൽ ഓഫ് എന്താ പറയുന്നത്, നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഫെയറി വർക്ക്, നിങ്ങളുടെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോവുകയാണ്. അതായത് നിങ്ങളുടെ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് അതിലേക്ക് ധൃതി പിടിച്ച് പോവല്ല, നിങ്ങൾ ആ ഒരു ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് പതുക്കെ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം, ഓരോ സ്റ്റെപ്പ് പതുക്കെ പതുക്കെ വെച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഫോക്കസിലേക്ക്, ആഗ്രഹിച്ച ആ ഒരു എയിമിലേക്ക് പോവാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക, പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയിട്ട് പറയുന്നത്. അതേപോലെ ഹാൻഡ്മാൻ എനർജി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജി, അതായത് ഹാൻഡ്മാൻ സിറ്റുവേഷൻ എനർജി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സമയം മുഴുവൻ നിങ്ങൾ സ്റ്റക്കാണ് എന്നുള്ളതല്ല കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ വളരെ ഫോക്കസ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തും ഒക്കെ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് സ്റ്റക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. നിങ്ങൾ ഒരു പ്രത്യേക തീരുമാനം, എല്ലാ കാര്യത്തിലും നിങ്ങൾ സ്റ്റക്കല്ല, ഈ ഒരു പ്രത്യേക കാര്യത്തിലാണ് നിങ്ങൾ സ്റ്റക്ക്. കാരണം അതായത് നിങ്ങൾ മറ്റൊരാൾ ചെയ്ത പ്രവൃത്തി സംബന്ധിക്കുന്ന, അതായത് ഒരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കണോ, അല്ലെങ്കിൽ ലീഗലി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഒരാൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും, ചതിച്ചിട്ടുണ്ടാവും, വലിയ രീതിയിൽ അല്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ വിശ്വാസത്തെയാണ് ആ വ്യക്തി തകർത്തത്. അപ്പോൾ നിങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗൽ ആക്ഷൻ എടുക്കണോ, അത് തൽക്കാലത്തേക്ക് ക്ഷമിക്കണോ, ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലേക്ക് പോകണം, ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ സ്റ്റക്കാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യണോ എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക, ഈ ഒരു അതായത് ഇതൊരു കേസ് കോർട്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ആ ഒരു വ്യക്തിക്ക് അതിനുള്ള ശിക്ഷ ലഭിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസത്തും, അതായത് നിങ്ങളുടെ മനസാക്ഷി ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും, മറ്റുള്ളവരുടെ ഇടപെടലും ഒക്കെ കൊണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് തീരുമാനിക്കുക. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇത് അധികം വലിച്ചു നീട്ടി സമയം അതിനുവേണ്ടി വേസ്റ്റ് ആക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ എനർജിയാണ് അതിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക, ചിന്തിക്കുക, പക്ഷെ ഒത്തിരി സമയം നിങ്ങൾ അതിന്റെ പുറകെ നടക്കാതിരിക്കുക. ഈ ഒരു മിഡ് മന്ത് സമയത്തിൽ തന്നെ, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കാം. അത് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എങ്കിലും അതവിടെ കഴിഞ്ഞു. ആ തീരുമാനം എടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ മുന്നോട്ടേക്ക്, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചത് അതങ്ങനെ പറയാമായിരുന്നു, ചെയ്യാമായിരുന്നു എന്നുള്ളൊരു പുനർചിന്തനത്തിന്റെ ആവശ്യമില്ല. എല്ലാം ആലോചിച്ച് പിന്നെയും ആലോചിച്ച് തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി, അതായത് 6 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റഡ് ആണ്. ഈ മിഡ് മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു സമയത്ത്. എക്സൈറ്റ്മെന്റ് കൊണ്ട് പല കാര്യങ്ങളും, പല തീരുമാനങ്ങളും നിങ്ങൾ ചിലപ്പോൾ എടുക്കുന്നതായിട്ടുള്ള ഒരു സൂചന കൂടി കാണിക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ സൺ ഇൻ സ്കോർപ്പിയോ ആണ്. ഓൾറെഡി സ്കോർപ്പിയോ എനർജി ഒത്തിരി എന്താ പറയുക, ഒത്തിരി സംസാരിക്കുക, ഒത്തിരി ഫ്രണ്ട്ഷിപ്പിന് നല്ല ഒരു വളരെ എക്സ്പ്രസീവാണ്. എന്താണ് മനസ്സിലുള്ളത് വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവം. അതേപോലെ സുഹൃത്ത് ബന്ധങ്ങൾ ഒത്തിരി ഉണ്ടാവും, പക്ഷെ കാര്യങ്ങൾ ഒത്തിരി തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് ജെന്യുവനായിട്ട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം. അത് സൺ എനർജി ആയതുകൊണ്ട് കോൺഫിഡൻസും ഉണ്ടാകുന്ന സിറ്റുവേഷൻ. അതായത് നിങ്ങൾ തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളില് ഇവിടത്തെ ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് നമ്മൾ പറയുന്ന പോലെ ഇതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അത് വീണ്ടും സംഭവിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സിമിലർ സിറ്റുവേഷൻസ് കർമ്മയാണ്, പക്ഷെ സിമിലർ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ തിരിച്ച് വീണ്ടും സംഭവിക്കുന്നു. പക്ഷെ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കണം എന്നുള്ളത്
നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് ഇരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഹാങ്ഡ്മാൻ എനർജി ആയിട്ടൊരു കണക്ഷൻ പറയുകയാണെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് ഈ ഒരു സാഹചര്യത്തിൽ ഇതേ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ അന്ന് ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് ആണ്, ഒരിക്കൽ കൂടി എന്നൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ചിന്തയിലേക്ക് പോകുന്നതെങ്കിൽ തീരുമാനിക്കുക. കാരണം ഇനി ഒരു ചാൻസ് ആ വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണമെങ്കിൽ മാപ്പ് കൊടുക്കുക. അല്ലാതെ ഒരിക്കൽ ഇത് ശ്രമിച്ചതാണ്, പക്ഷെ ആ വ്യക്തി വീണ്ടും അത് തന്നെ ആവർത്തിച്ചു, ഇനി അത് വേണ്ട എന്നുള്ളൊരു തീരുമാനവും നിങ്ങൾക്കാവാം. എന്ത് തന്നെ ആയാലും ചിന്തിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതൊരു നെഗറ്റീവ് എനർജിയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ വേണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുത്തിട്ട് പിന്നെ ആ വ്യക്തിയുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലും ആവാം. അത് നിങ്ങളുടെ ഇഷ്ടം. കാരണം ഇവിടെ എനർജി എന്തായാലും ഈ വ്യക്തിയായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത് മാപ്പ് കൊടുത്താലും ഇല്ലെങ്കിലും. പിന്നെ 4 ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി, ഒരു 4 ഓഫ് സോർട്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ലൈഫിൽ ഒരു സ്ഥിരത ഇല്ലായ്മ, ഉറക്കമില്ലായ്മ, റെസ്റ്റ്ലെസ്നെസ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. കാരണം ചില സമയങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വ്യക്തത ഇല്ലാത്തതിന് ഒരു കാര്യം നിങ്ങൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാത്തതാണ്. സ്വസ്ഥമായിട്ട് ഉറങ്ങാത്തതാണ് എന്ന് പറയുമ്പോൾ അത് ക്ഷീണം മാറുന്നതിനും റിലാക്സ് ചെയ്യുന്നതിനും സംബന്ധിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങാത്ത ഒരു സിറ്റുവേഷൻ. അത് കൂടാതെ നിങ്ങളുടെ പല ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. അത് നിങ്ങളുടെ ആ ഒരു ഉപബോധ മനസ്സ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ വിചിത്രങ്ങളായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം ഇതെന്താണ് ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ഇനി ഉറങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത ഏതെങ്കിലും ടേബിളിൽ ഒരു പേനയും ഒരു പേപ്പറും അല്ലെങ്കിൽ ഒരു പുസ്തകം വയ്ക്കുക. ഇതുപോലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എഴുന്നേൽക്കുകയാണെങ്കിൽ അപ്പം തന്നെ അത് പേപ്പറിൽ എഴുതിയോ വരച്ചോ, വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ വരച്ചോ എഴുതിയോ വയ്ക്കുക. കാരണം പിന്നെ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ആ സ്വപ്നം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായെന്ന് വരില്ല. ഈ കാര്യം നിങ്ങൾ എഴുതിയോ വരച്ചോ വയ്ക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് അത് എന്തായിരുന്നു അത് ഡീകോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പ് ഇന്റർപ്രിറ്റേഷൻ റീഡിങ്സ് ചെയ്യും, പ്രൈവറ്റ് റീഡിങ്സിലൂടെയും നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെയും അത് ശ്രമിക്കാം. നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ. അതേപോലെ തന്നെ നെക്സ്റ്റ് 3 ഓഫ് വോൺസ് എനർജിയാണ്. ഈ ഒരു സമയം 3 ഓഫ് വോൺസ് എനർജി എന്ന് പറയുന്നത് നമ്മൾ പലരും നമ്മുടെ ലൈഫിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം സഫലമാകുന്നു എന്നുള്ളതാണ്. സഫലമാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ മറ്റുള്ളവരുടെ ടീം വർക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്ട്രെങ്ത് ഇൻ നമ്പേഴ്സ് എന്നുള്ള അതായത് മറ്റുള്ളവര് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന സർപ്രൈസ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായം ഇവിടെ അനിവാര്യമാണ്. അത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും സഹായം ചോദിക്കാൻ മടിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹായം ആവശ്യമാണെങ്കിൽ ചോദിക്കുക മാത്രമല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പോട്ടേക്കുള്ള പാതയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളിടത്ത് നിങ്ങൾ ഈഗോ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മടി കൊണ്ടോ പല ഭയം കൊണ്ടോ ഒക്കെ നിങ്ങൾ സഹായം ചോദിക്കാതെ വിട്ടുകളയുന്നു. ആ സിറ്റുവേഷൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ സക്സസിലേക്കുള്ള പോക്കിനെ നിങ്ങൾ തന്നെ തടയിടുകയാണ്, നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സക്സസിന് ബ്ലോക്ക് ആക്കാതെ സഹായം ചോദിക്കുക. കാരണം ഇവിടെ ടീം വർക്കിലൂടെയാണ് സക്സസ് കാണിക്കുന്നത്. അതുകൊണ്ട് ടീം വർക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വന്നിട്ട് കവലിയർ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എന്താണ് ലൈഫിൽ ചില കാര്യങ്ങളിൽ പക്വതക്കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പക്വതക്കുറവ് ഏത് കാര്യത്തിലാണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ചില ആളുകൾ പക്വത എന്ന് പറയുമ്പോൾ തീരെ ഒരു കാര്യവും അറിയാത്തൊരു വ്യക്തി എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എനർജിയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നന്നായിട്ട് മത്സരിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. ചാലഞ്ചസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളും. പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ പക്വത കുറവെന്ന് ബിഗ് ഈഗോ,
വലിയ ഈഗോ, നിങ്ങളുടെ പ്രായത്തിനേക്കാളും വലിയ ഈഗോയാണ് നിങ്ങൾക്കുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലേൺ ഫ്രം മിസ്റ്റേക്സ്. നിങ്ങൾ ഈഗോ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് വേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ ചില ആളോട് സഹായം ചോദിക്കാൻ നിങ്ങളുടെ ഈഗോ സഹായിക്കുന്നില്ല. അപ്പോൾ ആ ഈഗോ മാറ്റി വെച്ചാൽ പല കാര്യങ്ങളിലും മുന്നേറാനായിട്ട് പറ്റുന്നു. അവിടെയാണ് നിങ്ങൾ പക്വത കുറവ് കാണിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് തുടക്കമാണ്, പുതിയൊരു തുടക്കം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളതാണ്. മെറ്റീരിയൽ സക്സസ് ആണ് ഇവിടെ. മെറ്റീരിയൽ സക്സസ്, വിക്ടറി എന്നുള്ള രീതിയിൽ. ഫോർച്യൂൺ എനർജിയാണ്, സക്സസ് ആണ്. അതേപോലെ സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ലാഭം ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഈ ഒരു മാസം അതിൻ്റെ അറിയിപ്പ് അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊമോഷനായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടിയ എന്നുള്ളൊരു കാര്യമായിരിക്കും. ശമ്പള വർധനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്, ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എടുത്ത് പറയുന്നത്, നിങ്ങളുടെ കോഷൻ എന്ന് പറയുന്നത്, ശമ്പളം വർദ്ധിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ പുതിയ EMIയിൽ പുതിയ കാര്യങ്ങളോ, എന്തെങ്കിലും പുതിയ ഫോണോ, പുതിയ ബ്രാൻഡ് ഐഫോണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ പുതിയ എന്തെങ്കിലും ഉടനെ വാങ്ങിക്കാതിരിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 3 months എങ്കിലും മിനിമം. ആ ശമ്പളവും ആ കാര്യങ്ങളും ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം മുന്നോട്ടേക്ക് പോയി ചാടിക്കയറി പുതിയ പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് ഇവിടെ എടുത്ത് പറയുന്നു. പെട്ടെന്ന് കുറച്ച് ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, അത്രയാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൈൽ നമ്പർ 3 സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.